മനസ്സിലിരിക്കുന്ന സംശയങ്ങളും വേദപുസ്തകം പഠിപ്പിക്കുന്നതും നമ്മുടെ പാരമ്പര്യവും ഇതെല്ലാം കൂടെ ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലെ വേദപുസ്തകത്തിന് സഭ നൽകുന്ന പ്രാധാന്യം, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. വേദപുസ്തകം ഉണ്ടായത് സഭയിൽ നിന്നാണ്. സഭ ഉണ്ടായത് യേശുക്രിസ്തുവിൽ നിന്നാണ്, വേദപുസ്തകത്തിൽ നിന്ന് അല്ല. സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദപുസ്തകം, അതുപോലെ തന്നെ സഭയുടെ ആരാധനാക്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സഭാ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതങ്ങൾ, ഇത് മൂന്നിന്റെയും അടിസ്ഥാനത്തിലാണ് വിശ്വാസ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇന്ന് പ്രധാനമായും നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഹോളി ബാപ്റ്റിസം. യഥാർത്ഥത്തിൽ എല്ലാ കൂദാശകളുടെയും സ്വീകരണത്തിന് നമ്മളെ യോഗ്യമാക്കുന്ന കൂദാശയാണ് ഏത്? നിങ്ങൾക്ക് പിള്ളേർക്ക് പ്രത്യേകിച്ച് വാട്ട്സ് യുവർ ഐഡിയ, വാട്ട് യു നോ അബൌട്ട് ദ ഹോളി ബാപ്റ്റിസം? അതേ നമുക്ക് തുടങ്ങാം, അല്ലേ? I think in Sunday school you have a particular chapter for this. I think in class 6 as well as in class 8 there is a particular topic for the holy baptism. Am I right? I don't know. What you study from the Sunday school? Sunday school is the baptism. There are two parts actually. One is there are 3 particular services in the holy baptism, of the order of the baptism. വിശുദ്ധ മാമോദീസായിൽ 3 ശുശ്രൂഷകളുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ മാമോദീസായിലൂടെ 3 നൽവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 3 ശുശ്രൂഷകളും, 3 services in the order of the holy baptism, and we received 3 divine gifts through the holy baptism. Do you know what are the 3 services in the holy baptism? അല്ല, 3 ശുശ്രൂഷകൾ എന്താണ്? ക്രിസ്മേഷൻ, ദ ഹോളി ക്രിസ്മേഷൻ, അത് അവസാനം നടക്കുന്നത് കേട്ടോ. ഹോളി ക്രിസ്മേഷൻ, വൺ ഓഫ് ദി സർവീസസ്. പിന്നെ കൺഫെഷൻ ഓഫ് ദി ഫെയ്ത്ത്, അതാണ് ആദ്യം നടക്കുന്നത്. ഏതാ നടക്കുന്നത്? കൺഫെഷൻ ഓഫ് ദി ഫെയ്ത്ത്. What you mean by confession of the faith? നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മുടെ ഇടത്തെ കയ്യിൽ നമ്മുടെ വല്യപ്പച്ചനോ വല്യമ്മച്ചോ ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് സാത്താനെ ഉപേക്ഷിക്കുന്നു, ബാക്കി തന്നെ മശിഹായെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. വലത്തെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട്, അപ്പൊ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത്. അന്നേരം എന്നാ പറയുന്നു? നമ്മളെ മശിഹ തമ്പുരാനെ ആ സമയത്തും സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുന്നു. സത്യവിശ്വാസം ഏറ്റു പറയുന്നതാണ് ഒന്നാമത്തെ സർവീസ്. ദാറ്റ് ഈസ് നോൺ ആസ് confession of the faith. This is the main part of the holy baptism, of the order of the holy baptism. രണ്ടാമത്തേതാണ് blessings of the water. വെള്ളം വാഴ്വിന്റെ ശുശ്രൂഷ. ബാപ്റ്റിസം കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? വെള്ളം വാഴ്വിന്റെ ശുശ്രൂഷ. വെള്ളം വാഴ്ത്തി കഴിയുമ്പോഴാണ് കുഞ്ഞിനെ വെള്ളത്തിനകത്ത് മാമോദീസ നടക്കുന്നത്. ഈ മാമോദീസ തൊട്ടിയിലെ വെള്ളം യേശുക്രിസ്തു മാമോദീസ സ്വീകരിച്ച യോർദാൻ നദിയിലെ വെള്ളമായി ശുദ്ധീകരിക്കുന്ന ആ വലിയൊരു ശുശ്രൂഷയ്ക്കാണ് എന്നു പറയുന്നത് ബ്ലെസ്സിങ്സ് ഓഫ് ദി വാട്ടർ. മൂന്നാമത്തേതാണ് എന്നത് ദ സർവീസ് ഓഫ് ദി ഹോളി ക്രിസ്മേഷൻ, വിശുദ്ധ മൂറോൻ അഭിഷേകം. മൂറോൻ അഭിഷേകത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. അത് സഭ പഠിപ്പിക്കുന്ന ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗമാണ്. അപ്പം there are 3 services in the order of the holy baptism. ഏതൊക്കെയാണ്? The confession of the faith, the confession of the faith, then blessings of the water, and the third is service of the holy crucifixion. ഇതിലൂടെ 3 നൽവരങ്ങൾ നമുക്ക് കിട്ടുന്നു. അത് പഠിച്ചാലേ ശുശ്രൂഷയുടെ അർത്ഥം മനസ്സിലാകുന്നു. ഒന്നാമത്തെ ഡിവൈൻ ഗിഫ്റ്റ് എന്ന് പറയുന്നത് we receive sonship. എന്നാ നമ്മൾ സ്വീകരിക്കുന്നത്? സൺഷിപ്പ്. സൺഷിപ്പ് എന്ന് പറഞ്ഞൊരു കോമൺ ഫ്രേസ് ആണ്, പുത്ര സ്വീകാര്യം. അപ്പൊ ഞങ്ങൾ ഫീമെയിൽ ചിൽഡ്രന് സൺഷിപ്പിന്റെ ദാറ്റ് മീൻസ്
ത്രൂ ദി ഹോളി ബാപ്റ്റിസം we became the children of God. നമ്മൾ ദൈവത്തിന്റെ മക്കളായി അല്ലെ? വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. കാര്യം യേശു ക്രിസ്തു ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി തന്നത് മൈ ഫാദർ, എന്റെ പിതാവെന്നാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന്റെ, യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന്റെ വലിയൊരു യുണീക്ക്നെസ് ആണ് ഗോഡ് ഈസ് അവർ ഫാദർ. ഗോഡ് ഈസ് അവർ അല്ലേ? അതൊരു വലിയ അനുഗ്രഹമാണ്, അതൊരു വലിയ അവകാശമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മടിയിൽ ഇരുന്നു കൊണ്ട് അബ്ബ എന്ന് വിളിക്കത്തക്ക പുത്രത്വത്തിന്റെ അവകാശം അവൻ നമുക്ക് നൽകി. അപ്പൊ ഹൂ വി ആർ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു നല്ല ഉത്തരം, because of the holy baptism, because we receive the holy baptism, we become the children of God Almighty. Like, who are you? I am the child of my God. അത് നമ്മെ സംബന്ധിച്ച് is our privilege. അത് നമ്മുടെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത്. നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച്, നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ നമുക്കുണ്ടാകുന്ന വലിയൊരു അവയർനെസ് ആണ്, വലിയൊരു അവയർനെസ് ആണ്. പ്രത്യേകിച്ച് ഈ ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് നമ്മളെ മാറ്റുന്നത്, നമ്മളെ ദുഷ്ടത പ്രവർത്തിക്കാതെ ദുഷ്കാമത്തിനും ദുഷ്കർമ്മത്തിനും ഒന്നും വശപ്പെടാതെ നമ്മളെ തന്നെ മാറ്റുന്നതിന്റെ കാരണം the awareness that we are the children of God. This sonship we receive through the holy baptism. About who are we? Children of God. Suppose we ask you, who are you? We can say, നമുക്ക് പലപ്പോഴും പറയാം, whenever we think about our resume or whenever we think about our biography, നമ്മളെല്ലാം all on a sudden we say about our parents, right? But നമ്മുടെ സ്പിരിച്വൽ എക്സിസ്റ്റൻസ്, ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസിനേക്കാളും അധികം നമുക്കൊരു അവയർനെസ് ഉണ്ടാകണം. We are the children of God Almighty. That is actually the first gift that we receive from the Holy Baptism. രണ്ടാമത്തേത്, you know, being human, our body is mortal. Am I right? ആണോ? നമ്മളൊക്കെ അല്ലേ? ടുഡേ ഓർ ടുമോറോ എന്നാ നമ്മളെല്ലാം we have to face death. But at the same time, we do not fear the end, the death. Why? We receive the holy baptism, and that's why, you know, the incorruptible body become the corruptible body becomes incorruptible. The mortal body becomes immortal. അതാണ് നമ്മൾ സ്വീകരിച്ച രണ്ടാമത്തെ നൽവരം, ഇമ്മോർട്ടാലിറ്റി, അല്ലെങ്കിൽ the eternal life. The eternal life. What is the first one? Sonship, or we become the children of God. Follow me. I am saying about the holy baptism. Holy baptism, listen. The order of the baptism has 3 services. One is confession of faith. Second is blessings of the water. The third is chrismation, holy chrismation. And we receive 3 divine gifts through the holy baptism. Already I told you about 2. One is sonship. Second is immortality, or the eternal life. The gift of eternal life. ഇത് പഠിച്ചാലേ ലൈഫ് ആഫ്റ്റർ ഡെത്ത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിച്ചവർക്ക് സഭയിൽ മരണമില്ല, വിശ്വാസിക്ക് സഭയിൽ അല്ല മരണമില്ല. പൗലോസ്ലീഹ പറയുന്നില്ല, ഈ ദ്രവത്വമായത് അദ്രവത്വത്തിൽ, ഈ മർത്യമായത് അമർത്യതയിൽ ധരിക്കണം അല്ലെ? കൊരിന്ത്യർ ലേഖനം നമ്മൾ ഈ മരണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നിങ്ങളതൊന്ന് നോക്കിക്കേ. അത് 15-ാമത്തെ അധ്യായം, 1 Corinthians chapter 15.
53 onwards. 53 onwards. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിക്കണം. Epistle to Corinthians, 1 Corinthians chapter 15 verse 53 onwards. അല്ലേ? Can you read in English, please? For the perishable must clothe itself with the imperishable, Yeah. and the Mortal with immortality. with immortality. So ഈ ദ്രവത്വമുള്ളത്, this perishable body has to clothe imperishable. And that's why I say this corruptible should clothe the incorruptibility. Understand? You know, and this mortal body has to clothe immortality. That's itself. Through this particular verse, actually St. Paul says to his readers, you have to baptize. You have to baptize. How do we clothe immortality? How do we clothe incorruptibility? Or how do we clothe imperishable state? That's only through baptism. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കണം. അടുത്ത വാദ്യം the same idea. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ what is it? മരണം നീങ്ങി. That is abolished, vanished from those who are received the Holy baptism. So this is the second divine gift that we receive through the holy baptism. What was the one? What was the one? First one? Sonship. We become the children of. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ 3 ലേഖനങ്ങളിലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്. കാൺമീൻ നാം ദൈവമക്കളാണ്. കാൺമീൻ നാം ദൈവമക്കളാണ്. സാധാരണ യഹൂദന്മാരെ കുറിച്ചാണ് പീപ്പിൾ ഓഫ് ഗോഡ് എന്നൊരു, അതും ദൈവത്തിന്റെ ജനമെന്നേ പറയുന്നു. ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നുള്ളത്, അല്ലെങ്കിൽ ഗോഡ് ഈസ് മൈ ഫാദർ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് ലോകത്തിന് നൽകിയത് ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തുവാണ് ഹി ഇൻട്രൊഡ്യൂസിംഗ് ദി ഗോഡ് ഓൾമൈറ്റി ആസ് അവർ ഫാദർ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പം calls God as his father, as our father. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് our father who are in heaven. We are his children. മനസ്സിലായോ? രണ്ടാമത്തേതാണ് we receive immortality. Third one, the third divine gift that we receive the holy baptism is, do you have any idea? The Holy Spirit indwells in us. The Holy Spirit indwells in us. And that's why, as in the words of St. Paul, our body becomes the temple of God Almighty. Our body becomes the temple of God Almighty. Why? Because through the holy immersion, through the holy baptism, Holy Spirit indwells in us. We are the temple of God. അതുകൊണ്ട് there is a very significant theological idea about human body. ഈ മനുഷ്യ ശരീരത്തെ കുറിച്ചൊരു വേദശാസ്ത്രമുണ്ട്. സാധാരണ മറ്റു മതങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയും ബോഡി ഈസ് ഇൻസിഗ്നിഫിക്കന്റ്. ബോഡിക്ക് വലിയ കാര്യമൊന്നുമില്ല. അത് മരിച്ചു കഴിയുമ്പോൾ അഴുകി എങ്ങോട്ട് പോകും? മണ്ണിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും ആദരപൂർവം, അല്ലെ, നമ്മൾ എന്തൊരു നോക്കി റെസ്പെക്ട്ഫുൾ വേയിലാണ് നമ്മൾ ബോഡി സംസ്കരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംസ്കരിക്കുന്നതിന്റെ കാര്യം? ബിക്കോസ് ദിസ് ബോഡി ഇസ് ദ ടെമ്പിൾ ഓഫ് വറവാക്കി. നമുക്ക് വ്യഭിചരിക്കാനും തിന്മ പ്രവർത്തിക്കാനും ഒക്കാത്തതിന്റെ കാര്യമില്ല. ബിക്കോസ് ദിസ് ബോഡി ഇസ് ദ ടെമ്പിൾ ഓഫ് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ അമേരിക്ക being students and being citizens in America, not only in America, all over the world, we have number of temptations, physical temptations, worldly temptations, but we cannot destroy the temple of God. Why? The Holy Spirit dwells in us. അതുകൊണ്ട് we cannot do adultery, we cannot do fornication, nothing at all, because it is
baptized body. This mortal body became Immortal. corruptible, became Incorruptible. perishable, became imperishable. Imperishable. We are the children of God. God. Say the rest of the things. We are the children of God. God. Almighty. And our body is the temple of God. Temple of God Almighty. Holy Spirit indwells us. This is actually the basic idea that Bible says about the holy baptism. Okay. 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 മശിഹായുടെ റുഷ്മാ മാമോദീസായ സംഭ്രാവിച്ചോരാൻ പാവനുതനു ഭക്ഷിച്ചു പുണ്യവിണം പാനം ചെയ്തോ ൂഴിയിൽ നിന്നും താൻമൂലം പ്രാണനോടേറി ൂഴികുടഞ്ഞതിരേജോ വസ്ത്രം ചാർത്തിയിടും. ഞാനിപ്പോൾ പറഞ്ഞ ആശയം ഇതാണ്. നമ്മുടെ എല്ലാ ആരാധനകളിലും ഒരു വിശ്വാസിയെ കുറിച്ച് വിശേഷിപ്പിച്ച് പറയുക. ഇസ് ദി ആഡ്ജക്റ്റീവ് യൂസ്ഡ് ടു എവരി ഫെയ്ത്ത്ഫുൾ, എവരി ബിലീവേഴ്സ്. നമ്മളെ നോയമ്പിലെ പ്രാർത്ഥന ചൊല്ലിയല്ലേ, കർത്താവേ മാമോദീസായാൽ നിന്നെ ധരിച്ചു എന്ന ജനങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവേ മാമോദീസായാൽ നിന്നെ ധരിച്ചു എന്ന ജനങ്ങൾ. ആരാ നമ്മൾ? മാമോദീസായാൽ ക്രിസ്തുവിനെ ധരിച്ചു. ഞങ്ങൾ അവസാന ആശീർവാദം പറയുമ്പോൾ പറയുന്നതല്ല, വിശുദ്ധ മാമോദീസയുടെ റുഷ്മായാൽ. അതാ നമ്മുടെ വിശ്വാസം. വിശുദ്ധ മാമോദീസയുടെ റുഷ്മായാൽ. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും in our liturgy, in the Bible, everywhere is very significant. The statement that we are baptized. നമ്മൾ മാമോദീസ സ്വീകരിച്ചവെന്ന് എന്നുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. രണ്ടാമത്തെ കാര്യം, രണ്ടാം ഭാഗം മാമോദീസയെ കുറിച്ച് പറയാനുള്ളത്. ഈ മാമോദീസയെ കുറിച്ച് പഠിക്കുമ്പോൾ വലിയൊരു സംശയം എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. അതാണ് രണ്ടാമത് പറയാൻ പോകുന്നത്. യേശു ക്രിസ്തു എത്രാമത്തെ വയസ്സിലാണ് മാമോദീസ ഏറ്റു? 30-ാമത്തെ വയസ്സ് അല്ലേ? കർത്താവ് എത്രാമത്തെ വയസ്സിലാണ് മാമോദീസ ഏറ്റു? At the age of 30, Jesus was baptized by John the Baptist in the river of Jordan. അതെ, വേദപുസ്തകത്തിൽ എല്ലായിടത്തും 4 സുവിശേഷങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. 30-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനാൽ യോർദാൻ നദിയിൽ വെച്ച് അപ്പം Gospel according to St. John chapter 1 verse 29 to 34, Mark chapter 1 verse 10 to 11, Matthew chapter 3 verse 12 to 17, and Luke chapter 3 verse 21 onwards. ഇവിടെയെല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ് ബാപ്റ്റിസം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. Who baptized Jesus? John the Baptist. John the Baptist. Where? Jordan. In the river of Jordan. Jesus received the baptism at the age of 30. At the age of 30. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? നമ്മളെന്നാ മാമോദീസ സ്വീകരിച്ചു? When did we receive the holy baptism? When? Babies. When? Do you have any idea? Do you remember the date? Anyone? Remember the date? 46 ദിവസം കഴിഞ്ഞു. 46, 56, 52 അതൊക്കെയാണ്. പേരൻസ് ആരെങ്കിലും നിങ്ങളോട് ഡേറ്റ് ഓഫ് ബാപ്റ്റിസം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്, പറഞ്ഞു പ്ലീസ്. When did you receive the baptism? Do you remember the date? May 2nd? Very good, very good, very good. സാധാരണ ഓർത്തഡോക്സുകാർക്ക് പറ്റിയിരിക്കുന്ന വലിയൊരു കുഴപ്പം, ഏതോ പള്ളികളിലൊക്കെ ബർത്ത്ഡേ പ്രാർത്ഥന നടത്തും. നോട്ട് ഇൻ ഓർത്തഡോക്സ് ട്രഡീഷൻ. അതെല്ലാം നമ്മൾ കണ്ടു. പൈസ കിട്ടുന്ന കാര്യമല്ലേ. പിന്നെ നമ്മുടെ പള്ളിയിലും വിശുദ്ധ കുർബാന കഴിഞ്ഞ് നീട്ടിപ്പിടിച്ച പ്രാർത്ഥന കുഴപ്പമൊന്നുമില്ല.
കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ചെയ്യുന്നതാ. അതെ, കുഴപ്പമില്ല. പക്ഷെ ചെയ്യേണ്ടത് എന്താന്നോ, ഡേറ്റ് ഓഫ് ബാപ്റ്റിസം ഈസ് അവർ ഡേറ്റ് ഓഫ് ബർത്ത്. അക്കോർഡിംഗ് ടു അവർ ട്രഡീഷൻ, നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നമ്മുടെ എന്നാ ഫിസിക്കൽ ബർത്തിന്റെ ഡേറ്റ് അല്ല. ഒരു പരിധിവരെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ജന്മദിനമായി ആഘോഷിക്കേണ്ട ദിവസം എന്ന് പറയുന്നത് ഇറ്റ്സ് അവർ ഡേറ്റ് ഓഫ് ഇറ്റ്സ് അവർ ഡേറ്റ് ഓഫ് ബർത്ത്. എന്താ കാരണം? ഓൺ ദാറ്റ് ഡേ we become Children of God. we become The child of God. on that day we receive Holy Spirit. we receive the on that day we receive the eternal life. Appo which is important day? ഏതാ പ്രധാനപ്പെട്ട ദിവസം? സേ the date of അതുകൊണ്ട് ഓർത്തോണം. ഇന്ന് മുതലേ next year always please celebrate your birthday in this day, on the day of your say on the day of your Baptism. ഗർഭർക്ക് അറിയത്തില്ല അച്ഛൻ. അതറിയത്തില്ല. അതിലേക്ക് ഞാൻ വരിക. ഞാൻ പറയാം. ഞാൻ എന്നാ പറഞ്ഞു മറന്നുപോയി. അതൊക്കെ അതിടയ്ക്ക് കയറി പറഞ്ഞ രണ്ടാമതൊരു പ്രധാന വിഷയത്തിലേക്ക് വന്നിരുന്നു. Yes, Jesus received the baptism from John the Baptist at the age of 30 in river. നമ്മൾ സ്വീകരിച്ചത് at the time of our infancy. അല്ലേ? ബാപ്റ്റിസം ചെയ്തില്ലേ? We went to Jordan and we didn't. See, യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിച്ചു. നമ്മൾ നന്നേ ചെറുപ്പത്തിൽ മാമോദീസ സ്വീകരിച്ചു. സത്യത്തിൽ നമ്മൾ എന്തായിരുന്നു മാമോദീസ സ്വീകരിക്കേണ്ടത്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? നമ്മൾ അനുഭവിക്കുന്ന മാമോദീസയെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴത്തെ വലിയൊരു പ്രശ്നമാണ്, വലിയൊരു പ്രോബ്ലമാണ് ഈ ഇവാഞ്ചലിക്കൽസും ബന്ധുക്കൂസുകാർ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലൊക്കെ ഇനി ഉണ്ടാകാനുള്ള ഒരു സാധ്യത. അവനവന്റെ എണ്ണതയിലും കുറ്റം കൊണ്ട് വിശ്വാസം ഉപേക്ഷിക്കും. പിന്നെ പോയി കഴിയുമ്പോൾ നീതീകരിക്കുക എന്നുള്ളതൊരു വലിയ, അത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമാണ്. കർത്താവ് 30-ാമത്തെ വയസ്സിലെ മാമോദീസയേറ്റ്. അതുകൊണ്ട് നമ്മൾ എത്രാമത്തെ വയസ്സിലേക്കണം? എത്രാമത്തെ വയസ്സിലേക്കണം? 30-ാമത്തെ. തിരിച്ചറിവ്. അതുകൊണ്ട് അതാ വിഷയം. കർത്താവ് 33-ാമത്തെ വയസ്സിൽ മരിച്ചായിരുന്നു. നമ്മളൊപ്പം മരിക്കണം. അത് പറയുമ്പോ നമുക്ക് വിഷമം. അതാരും പറയാ മറ്റേ 30-ാമത്തെ വയസ്സിലെ കാര്യം ആരും പറയുന്നത് അല്ലെ, വിശ്വസിച്ച് മാമോദീസ മുങ്ങി എന്നുള്ളതാ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ പറയാതെ ഞാൻ ആ വിഷയത്തിലേക്ക് പറയാം. ഒന്നാമത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ക്രിസ്തുവിന്റെ മാമോദീസായും ക്രിസ്തീയ മാമോദീസായും ഒന്നാണെന്നാണ് പലരുടെയും വിചാരം. You have any idea what I said? Jesus baptism or Christ baptism and Christian baptism are not same. And now what did I say? കേൾക്കണം നിങ്ങൾ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്രൈസ്റ്റ് ബാപ്റ്റിസം ആൻഡ് ക്രിസ്ത്യൻ ബാപ്റ്റിസം. ഞാൻ ഓൾറെഡി ഐ ടോൾഡ് യു വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിസ്ത്യൻ ബാപ്റ്റിസം. നമ്മൾ എന്നൊക്കെ സ്വീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? എന്നൊക്കെ നമ്മൾ സ്വീകരിച്ച് we receive sonship, we receive the eternal life and we receive the Holy Spirit through baptism. യേശു ക്രിസ്തു മാമോദീസയേറ്റ ഇതിനു വേണ്ടിയിട്ടാണോ? ആണോ? ശ്രദ്ധിച്ചു കേട്ടോ. കർത്താവ് മാമോദീസ ഏറ്റത് പുത്രസ്വീകാരത്തിന് വേണ്ടിയല്ല. കർത്താവ് മാമോദീസ ഏറ്റത് നിത്യജീവന് വേണ്ടിയല്ല. കർത്താവ് മാമോദീസ ഏറ്റത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാറുണ്ട്. ആ പരിശുദ്ധാത്മാവ് വന്നു, അത് ശരി. കർത്താവ് മാമോദീസ ഏറ്റത് നിങ്ങൾ ഓർത്തേ, അവൻ നിത്യനായ ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് ഒരു പുത്രസ്വീകാര്യം മാമോദീസയിലൂടെ ഏൽക്കേണ്ട ആവശ്യം യേശു ക്രിസ്തുവിനെ അല്ലേ? അതുപോലെ തന്നെ തന്റെ ഉണ്മയിൽ തനിക്ക് നിത്യജീവനുണ്ട്. അതുകൊണ്ട് മാമോദീസയിലൂടെ നിത്യജീവൻ പ്രാപിക്കേണ്ട ആവശ്യം യേശുവിനുണ്ടോ? യേശുവിനില്ല.
പിന്നെ ഈ പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ള ഒരു വിഷയം ചിലര് പറയുന്നുണ്ട് 30-ാമത്തെ വയസ്സിൽ മാമോദീസ ഏറ്റപ്പോഴാണ് കർത്താവ് പരിശുദ്ധാത്മാവ് വന്നത്. അപ്പൊ അതിന്റെ അർത്ഥം 30 വയസ്സ് വരെ കർത്താവിന് എല്ലാം ഇല്ലായിരുന്നു. അത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പറഞ്ഞല്ല അവിടെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രസൻസ് ഉണ്ടായിരുന്നല്ലോ. പരിശുദ്ധാത്മാവിന് പ്രായോഗികമായിട്ട് വന്നിട്ടില്ല. ഓൾറെഡി ഉണ്ടല്ലോ. ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തന്നെയാണല്ലോ. ദൈവം തത്വത്തിലൊരുവനല്ലേ. അങ്ങനെയൊക്കെ പോയി പറയാം. കുറച്ചുകൂടെ ഭംഗിയായിട്ട് അതാ അർത്ഥം. അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് പോലും കൃപ നിറഞ്ഞവളേ നിനക്ക് സമാധാനം. അടുത്ത വാക്കന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വേർതിരിക്കപ്പെടും. അപ്പം അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് പോലും ആര് മുഖാന്തരം? അപ്പൊ കർത്താവിന് പിന്നെ മാമോദീസയിലൂടെ ഒരു പരിശുദ്ധാത്മാവ് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ യേശു എന്തിനാ വരും? മാമോദീസ യഹൂദന്മാരുടെ ഒരു പാരമ്പര്യം. യഹൂദന്മാരുടെ പാരമ്പര്യം എന്ന് പറയുന്നവരുണ്ട്. പിന്നെ സ്നാപക യോഹന്നാന്റെ മാമോദീസയാണ് യേശു. സ്നാപക യോഹന്നാന്റെ മാമോദീസ അതിന് മുമ്പ് ഉള്ളവർക്ക് കൊടുത്ത പോലെ യേശുവിന് എടുത്തത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ജീസസിന്റെ പബ്ലിക് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മാമോദീസ നടന്ന കൊള്ളാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ അർത്ഥം. ഇതൊന്നും തെറ്റാണെന്നൊന്നും ഒരിക്കലും ഇല്ല കേട്ടോ. ഇതൊക്കെ ചില ആശയങ്ങളാണ്. അത് ഇച്ചിരൂടെ സിഗ്നിഫിക്കന്റ് അർത്ഥമാണ്. യോഹന്നാൻ സ്നാപകനെ യേശു ആരാണെന്ന് മനസ്സിലാകാൻ വേണ്ടി for the revelation of the Son of God to John the Baptist. അല്ലേ? അങ്ങനെ നമുക്ക് പറയാം. നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ചു. യഥാർത്ഥത്തിൽ ഒന്ന് പ്രധാനമായി ഓർക്കണം. ക്രൈസ്റ്റ് ബാപ്റ്റിസം ആൻഡ് ക്രിസ്ത്യൻ ബാപ്റ്റിസം ആർ നോട്ട് സെയിം, entirely different. On the other hand, it is entirely different. യേശുക്രിസ്തു മാമോദീസ സ്വീകരിച്ചത് പരിശുദ്ധാത്മ അഭിഷേകത്തിനോ പുത്ര സ്വീകാരത്തിനോ നിത്യജീവനോ വേണ്ടി അല്ല. അതുകൊണ്ടാണ് യേശു മാമോദീസ സ്വീകരിക്കാൻ ചെന്നപ്പം യോഹന്നാൻ പറഞ്ഞു മാമോദീസ നൽകേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഞാൻ നിനക്ക് മാമോദീസ നൽകുവാൻ ആരുമല്ല, നിന്നാൽ ഞാൻ മാമോദീസ പ്രാപിക്കേണ്ടവനാണ്. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും വെളിപ്പെടേണ്ടതാകുന്നു. നിവർത്തിക്കപ്പെടണമെന്നും വെളിപ്പെടണമെന്നും അതിനർത്ഥമുണ്ട്. നിവർത്തിക്കപ്പെടണമെന്ന് പറഞ്ഞാലും വെളിപ്പെടണമെന്ന് പറഞ്ഞാലും അർത്ഥതലത്തിൽ ഒന്നാണ്. എന്താ അർത്ഥതലം? യേശുക്രിസ്തുവിന്റെ മാമോദീസയിലൂടെ, കർത്താവിന്റെ മാമോദീസയിലൂടെ സ്വർഗത്തിന്റെ നീതി വെളിപ്പെട്ടു. എന്നാ വെളിപ്പെട്ട നീതി? അതാണ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുന്നത്. ഒത്തിരി അർത്ഥതലം കർത്താവിന്റെ മാമോദീസയെ കുറിച്ചുണ്ട്. അതെല്ലാം വിശദീകരിച്ചാൽ ഞാൻ ഇനി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൂടെ പറഞ്ഞു തരാൻ പറ്റും. അതേസമയം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ 2-3 വാക്കുകൾ: കണ്ടു, പറ, കേട്ടു, തൊട്ടു. നമുക്കൊന്നുകൂടെ പറയാം. പറഞ്ഞ് or the process of touching, തൊടുക. Then heard, പറഞ്ഞ്, or the process of hearing, പറ, process of hearing. And then saw, പറഞ്ഞ്, or the process of seeing. You know, touching, hearing, seeing. These are all human faculties. Am I right? Yes. Am I right? Yes. You know, in the river Jordan, Jesus descended to the river Jordan, and John the Baptist touched him. John the Baptist touched him. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ തൊട്ടപ്പം ശ്രദ്ധിച്ച്, യോഹന്നാൻ സ്നാപകൻ അറിഞ്ഞു this is the Son of God. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. Through touching, John could understand Jesus of Nazareth is the Son of God. അല്ലെങ്കിൽ ഇച്ചിരൂടെ ഭംഗിയായി പറഞ്ഞാൽ, through touching it is revealed that Jesus is the Son of God.
അപ്പം മനുഷ്യന്റെ ത്രൂ ഹ്യൂമൻ ഫാക്കൽറ്റി ഓഫ് ടച്ചിങ് in the river Jordan, it is revealed that Jesus is the Son of God. And at the same time, he heard a voice from heaven on that occasion. Whose voice? God the Father. God the Father. He said, എന്നാ സ്വർഗത്തിൽ സ്വന്തമായ ശബ്ദം, This is my son. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. അപ്പം പുത്രനെ വെളിപ്പെടുത്തി അല്ലെ, റെവലേഷൻ ഓഫ് ദി സൺ ഓഫ് ഗോഡ്. ആൻഡ് അറ്റ് ദി സെയിം ടൈം അനദർ റെവലേഷൻ. അത് ആരുടെ റെവലേഷനാണ്? റെവലേഷൻ ഓഫ് ദി ഫാദർ. റെവലേഷൻ ഓഫ് ദി ഫാദർ. അപ്പം ഫാദർ, ഗോഡ് ദി ഫാദർ ഈസ് റിവീൽഡ് ടു ദി ഹിസ്റ്ററി, ഈസ് റിവീൽഡ് ടു ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇൻ റിവർ ജോർഡാൻ ത്രൂ ദി സൗണ്ട്. ത്രൂ ദി സൗണ്ട്. അപ്പം മനസ്സിലായോ? Do you follow me? Yes. So, through touching and through hearing, ആരൊക്കെ ഇപ്പം വെളിപ്പെട്ടു? Son of God and God the Father. അതേസമയം മറ്റൊന്നുകൂടെ നടക്കുന്നുണ്ട്. മാമോദീസ കഴിഞ്ഞ് യോർദാന്റെ തീരത്തേക്ക് വരുമ്പം the Holy Spirit, അല്ലെ, the Holy Spirit on the shape of a dove rested on him. എന്നാ ഞാൻ പറഞ്ഞ വാക്ക്? അപ്പൊ യോഹന്നാൻ സ്നാപകൻ പുത്രനെ തൊട്ടു, പിതാവിനെ കേട്ടു, പരിശുദ്ധാത്മാവിനെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തൊട്ടു. പറ, ചാടി പറയുന്നത്. തൊട്ടു 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 പറ, തൊട്ടു പിന്നെ കേട്ടു കണ്ടു. അല്ലെ, സ്പർശനം. പറ, ശരിക്കും പറ, സ്പർശനം അല്ലെ, ശ്രവണം, ദർശനം. ഇതെല്ലാം മനുഷ്യന്റെ ഇന്ദ്രിയ കഴിവുകളാണ്. ഹിയറിംഗ് ആൻഡ് ദീസ് ആർ ഹ്യൂമൻ ഫാക്കൽറ്റീസ്. അതുകൊണ്ട് പിതാക്കന്മാർ പറയുന്നു, എന്തിനായിരുന്നു യേശു മാമോദീസ പൊങ്ങിയത്? യേശു മാമോദീസ പൊങ്ങിയത് പുത്രസ്വീകാര്യത്തിനല്ല, നിത്യജീവന് വേണ്ടിയല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയല്ല, മറിച്ച് യേശു മാമോദീസ മുങ്ങിയത് മനുഷ്യനെ അവന്റെ ഇന്ദ്രിയങ്ങളിലൂടെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ പരിശുദ്ധ തൃത്വം വെളിപ്പെടേണ്ടതിനാണ്. ആര് മാമോദീസ മുങ്ങിയത്? ആര് മാമോദീസ മുങ്ങിയത്? So what was the intention of Jesus' baptism? The intention of Jesus' baptism was of course the revelation of the Holy Trinity to the history. Right? അയ്യോ, മനസ്സിലായോ? മനസ്സിലായോ? ഇതിനൊരു റീസൺ. എന്താ റീസൺ അറിയോ? സെന്റ് മാത്യു ചാപ്റ്റർ 28 verse 19 and 20. You may please read. Saint Matthew chapter 28 verse 19 and 20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഒന്ന് ശ്രദ്ധിച്ചു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എങ്ങനെ മാമോദീസ മുങ്ങണമെന്നാ പറഞ്ഞേ? ശ്രദ്ധിച്ച്, ഇവിടെ ശ്രദ്ധിക്കും അല്ലെ. യു ഹാവ് ടു ബാപ്റ്റൈസ് ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ, നെയിം ഓഫ് ദി സൺ ആൻഡ് നെയിം ഓഫ് ദി ഹോളി സ്പിരിറ്റ്. യോഹന്നാൻ മാമോദീസ മുക്കിയത് അങ്ങനെയാണോ? യോഹന്നാൻ മാമോദീസ മുക്കിയത് അങ്ങനെയാണോ? ഞാൻ പിന്നെ വിശദീകരിക്കാം. പക്ഷേ ജീസസ് told his disciples, you have to baptize those who are believe in me. ആരുടെ നാമത്തില്? In the name of the Father and of the Son and of the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിൽ മാമോദീസ നൽകണമെങ്കിൽ ചരിത്രത്തിന് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് ആരെ കുറിച്ച് അറിയണം? തൃത്വത്തെ കുറിച്ച് അറിയണം. ആ തൃത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു. അതുകൊണ്ട് പിതാക്കന്മാർ പറയും, the baptism of Jesus in the river Jordan was the beginning of the Christian baptism. Was not same as Christian baptism. മനസ്സിലായോ? മനസ്സിലായോ? That time Jesus baptism was the beginning of Christian baptism. Why?
Christian baptism is in the name of the Holy Trinity. The Holy Trinity is revealed during the time of Jesus' baptism. Understand? മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. The difference between Christ baptism and Christian baptism. പിന്നെ നമ്മളെ for the sanctification of the whole world, for the sanctification of the river Jordan or all the waters, അതുപോലെ തന്നെ for the perfection of the priesthood received John the Baptist through Jewish tradition. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ മാമോദീസയുടെ ഉദ്ദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. യഹൂദ പൗരോഹിത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, ക്രിസ്തീയ പൗരോഹിത്യം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ യോർദാൻ നദിയിലെ വെള്ളം യേശുക്രിസ്തുവിന്റെ പാദസ്പർശത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു. അതുകൊണ്ട് സർവ്വ സൃഷ്ടിയുടെയും ശുദ്ധീകരണത്തിനും പുനർക്രമീകരണത്തിനും ഫോർ ദി റെസ്റ്റോറേഷൻ ഓഫ് ദി ഹോൾ ക്രിയേഷൻ, അതുകൊണ്ടാണ് റെസ്റ്റോറേഷൻ ഓഫ് ദി കോസ്മോസ് എന്ന് പറയും. ഇങ്ങനെ ഒത്തിരി വിശദീകരണമുണ്ട്. ബട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദനഹാ പെരുന്നാളിനെ പ്രകാശത്തിന്റെ പെരുന്നാൾ, തൃത്വം വെളിപ്പെട്ട പെരുന്നാൾ. നമ്മൾ ഈ തൃത്വത്തിന്റെ ആരാധന ലിറ്റർജിക്കലി പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെ അത് നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമെന്നൊരു സംശയമുണ്ട്. എവരിതിങ് ഈസ് represented by some symbolic activities in the liturgy. For example, the Holy Trinity is honored and the Holy Trinity is glorified through the blessings of the censer. Blessings of the censer എന്ന് പറഞ്ഞാൽ ധൂപകുറ്റി വാഴ്ത്തൽ കണ്ടിട്ടില്ലേ? ധൂപകുറ്റി വാഴ്ത്തുമ്പോ എന്നാ പറയുന്നത്? പരിശുദ്ധനായ പിതാവ്, പരിശുദ്ധനായ പുത്രൻ, പരിശുദ്ധനായ റൂഹ, പരിശുദ്ധനായ. അപ്പം പരിശുദ്ധ തൃത്വത്തെ സഭ ഓർക്കുകയും തൃത്വത്തിന്റെ മഹത്വത്തിനായി സഭ നടത്തുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ്. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് ധൂപക്കുറ്റി വാഴ്ത്തുന്നത്. ധൂപക്കുറ്റി വാഴ്ത്തുന്നത് 2 പ്രാവശ്യം ചെയ്യുന്ന ഒരു പെരുന്നാളുണ്ട്. അത് ഏത് പെരുന്നാൾ? ദനഹ പെരുന്നാൾ. കാര്യം ദനഹായുടെ ഒരു ക്രമമാണ് ഏത്? ധൂപക്കുറ്റി വാഴ്ത്തുക. അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന നടക്കുമ്പോഴും എന്നാ ചെയ്യും? പിന്നെ ധൂപക്കുറ്റി വാഴ്ത്തും. കാരണം ദനഹ പെരുന്നാൾ തൃത്വത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പെരുന്നാളാണ്. കർത്താവ് മാമോദീസ സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? വെളിപ്പെടുത്താൻ വേണ്ടി. ക്ഷീണിച്ചല്ലേ? രാജ്യത്തിൻ വാതിൽ ചൊല്ലേ മനസ്സിലായി. നമുക്ക് എന്തെങ്കിലും കേട്ടോ ഭയങ്കര ക്ഷീണം, അലസത വലിയ കുറച്ചിലാണ്. ഞാൻ ഇപ്പൊ 2 ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ആർക്കെങ്കിലും അതൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞ എന്നാന്ന് ആദ്യം ഞാൻ പറഞ്ഞ എന്നാ? മാമോദീസായ്ക്ക് 3 സർവീസസ്. അത് പറഞ്ഞ് എന്റെ കൂടി എന്ന് പറഞ്ഞ് ഏതൊക്കെ 3 സർവീസസ്? Confession of the faith, പിന്നെ blessings of the water, then Holy Christmas. പിന്നെ ഞാൻ പറഞ്ഞു മാമോദീസായിലൂടെ 3 divine gifts that we receive through the holy baptism. ഏതൊക്കെയാണത്? One is sonship, second is eternal life, third is the indwelling of the Holy Spirit. അല്ലേ? ഇതായിരുന്നു ആദ്യ ഭാഗം. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ബാപ്റ്റിസം ആൻഡ് ക്രിസ്ത്യൻ ബാപ്റ്റിസം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞു. യേശു ക്രിസ്തു മാമോദീസ സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി റെവലേഷൻ ഓഫ് ദി ഹോളി ട്രിനിറ്റി ഇൻ ദി ഹിസ്റ്ററി. മനസ്സിലായോ? ഇനി നമുക്ക് 3ാമത്തെ കാര്യത്തിലേക്ക് വരാം. ഈ പെന്തക്കോസ്തുകാരൊക്കെ വന്ന് നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുമ്പേ പറഞ്ഞ പോലെ വിശ്വസിച്ച്
സ്നാനം. നിങ്ങൾ നന്നേ ചെറുപ്പത്തിൽ മാമോദീസ സ്വീകരിച്ചപ്പോൾ നിങ്ങളൊന്നും എന്നെ അറിയത്തില്ല, ഒന്നും വിശ്വസിച്ചില്ല. അപ്പം പ്രത്യേകിച്ച് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമുക്കൊരു സംശയം തോന്നും. കാര്യം മുമ്പേ ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മാമോദീസ? ആരും ഓർക്കുന്നു? അപ്പന്മാരിട്ട് മക്കളോട് പറഞ്ഞു കൊടുത്തു അല്ലെ, ഡേറ്റ് ഓഫ് ബാപ്റ്റിസം അറിയത്തില്ല. അത് ഞാൻ ഈ ക്ലാസ്സിന്റെ ഒരു ഒരു കൺക്ലൂഷനായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വിശദീകരിച്ചോളാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഒരിടത്ത് അത് പറയാൻ ഏറ്റവും നല്ലതാ ഒരു സംഭവം, അതുകൊണ്ടാണ് പറയാൻ പോകുന്നത്. ഒരിടത്ത് ഈ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ, ഞാൻ ഈ മാമോദീസയെ കുറിച്ച് നിങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പോലെ ഇച്ചൂട്ട് വിശദമായി വേദപുസ്തക വാക്യങ്ങളൊക്കെ പറഞ്ഞ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ഒരു ക്ലാസ് എടുത്തു. അപ്പോൾ ഒരു 36 years ഓൾഡ് ഒരു സൺഡേ സ്കൂൾ ടീച്ചർ, ഷി വാസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സൺഡേ സ്കൂൾ ടീച്ചറാണ്. ഐ നോ ഹർ ഹസ്ബൻഡ്. അവർക്കൊരു 6 വയസ്സുള്ള ഒരു ആൺകുച്ചുണ്ട്. അപ്പൊ ഇത്രയെല്ലാം ഞാൻ പറഞ്ഞു, മാമോദീസയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർ എന്നോട് ചോദിച്ചു, അച്ഛാ മാമോദീസ എന്നാണ് അച്ഛൻ അറിയാമോ? ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ടീച്ചർ ചോദിക്കുക, മാമോദീസ എന്നാന്ന് അച്ഛനെ അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോ നമ്മളാപ്പാടെ ബുദ്ധിമുട്ടിക്കും അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ടീച്ചർ ഒന്ന് പറഞ്ഞു മാമോദീസ എന്നാന്ന് ടീച്ചർ പറഞ്ഞു. അപ്പൊ ആ ടീച്ചറെ ഞാൻ പറഞ്ഞതിന്റെ ഒരു സമ്മാൻ സബ്സ്റ്റൻസ് പോലെ ഒരു വാദം എന്ന് പറഞ്ഞു, അച്ഛാ ദൈവം നമ്മുടെ പിതാവാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് മാമോദീസ. മക്കളെ, you understand what I am saying? And once upon a time, I took a class for baptism for the Sunday school teachers. Among the Sunday school teachers, there was a software engineer aged 36 years old. She has a child up to the age of 6. I know her husband, everything. While I am taking the class, she asked me, "Achha, do you know what is baptism?" Because so that intervention, I told the teacher, let you see what's your understanding. ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ഒന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു, ബാപ്റ്റിസം ഈസ് എ മോമെന്റ് in which we know God the Father in heaven is our Father. Understand? മനസ്സിലായോ എന്നാ ഞാൻ പറഞ്ഞു? മാമോദീസ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ ദൈവം നമ്മുടെ പിതാവാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം. ഓ, ഞാൻ പറഞ്ഞു ടീച്ചറെ, എക്സാക്ട്ലി യു ആർ റൈറ്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിക്കുക, അടുത്ത ചോദ്യം, എൻ്റെ അച്ഛൻ നന്നേ ചെറുപ്പത്തിൽ can be able to recognize our father. What's your opinion? പിന്നെ അവനവന്റെ അപ്പനാണ് തിരിച്ചറിയാം. നന്നേ ചെറുപ്പത്തിൽ നിങ്ങൾ നോക്കി, നന്നേ ചെറുപ്പത്തിൽ അപ്പനെ തിരിച്ചറിയാൻ ഒക്കുമോ? അതാണ് ചോദ്യം. എന്നിട്ട് ആ ടീച്ചർ പറഞ്ഞ അടുത്ത വാചകം, എന്റെ കൊച്ചിന് 6 വയസ്സായി, ഞാൻ ഇതുവരെ എന്നെ മാമോദീസ നോക്കിയിട്ടില്ല. ടീച്ചറുടെ മനസ്സിലിരിക്കുന്ന ചിന്തയല്ല, at the time of infancy we are not able to recognize our father. അതുകൊണ്ട് അവർ പറഞ്ഞു വരുന്നത്, you know, we the people receive baptism at the time of infancy, especially 52 days or 56 days. That was the time of infancy that we received the holy baptism. 52-56 ദിവസം പ്രായമാകുമ്പോൾ മാമോദീസ സ്വീകരിച്ചാൽ വിശ്വസിക്കാൻ നമുക്ക് പ്രാപ്തിയുണ്ടോ? പിതാവാം ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ നമ്മുടെ റീസണെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അതുകൊണ്ട് ഈ ടീച്ചറും അങ്ങനെ പറഞ്ഞത്, ഈവൻ ദോ ഷി വാസ് എ സൺഡേ സ്കൂൾ ടീച്ചർ, ഷീ ഡിഡ്ന്റ് ഗിവ് ബാപ്റ്റിസം ടു ഹർ ചൈൽഡ്. ഇത് നമ്മളെ എല്ലാം ബാധിക്കുന്ന വിഷയം. അതാ നിങ്ങളെല്ലാം ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇതെന്നതാ എന്നാ അച്ഛൻ ഇതിനെ കുറിച്ച് പറയും? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? എല്ലാവരുടെയും മനസ്സിൽ കിടക്കുക ഇപ്പോഴും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഞാൻ പെട്ടെന്ന് ഓളോണെ സഡൻ നമ്മുടെ ഒരു പെട്ടെന്നുള്ള ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ ഞാൻ ഈ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ, യു ഹാവ് എ ചൈൽഡ്. ഇപ്പൊ എത്രയുണ്ട് പ്രായം? 6 വയസ്സ് പ്രായം. പെട്ടെന്ന് ചോദിച്ചു, who is it father? Who is the father of your child?
Oh, a teacher became so furious. And still I remember her face. She became so angry. And she asked me, Achan, you don't know? Achan engane ariyam? Achan ariyatilla. Because you know, I already told you I know her husband. That's why she asked me. Achan, ariyatilla Achan. എന്നിട്ട് ആ ഹസ്ബൻഡിന്റെ പേരൂടെ പറഞ്ഞു. Because I know her. I know her husband. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി മുമ്പേ റോയി പറഞ്ഞ പോലെ നമ്മളെങ്ങനെയാ അച്ചാച്ചനെ തിരിച്ചറിഞ്ഞു? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ അമ്മ പറയും, ലിസൺ, വർഗീസ് ഈസ് യുവർ ഫാദർ. Did your mother say like that? No. How do you know your father? Oh, അല്ലെങ്കിൽ somebody said, never say like that. Somebody said എന്ന് പറയരുത്. എന്താ ടീച്ചർ അതിന്റെ കാര്യം? Maternity is a fact. Maternity is a fact because you gave birth to the child. But paternity is an opinion. Whose opinion? Whose opinion? Mother's opinion. Right? That's very significant. Very significant. Listen me. Maternity is the opinion of maternity is a fact. But paternity is the opinion of the mother. Because the word mother is very significant in the baptism. That's why I am saying like that. Listen. നമ്മൾ ആരും ഡെസർട്ടേഷൻ എഴുതിയൊന്നും അല്ല അച്ചാച്ചനെ മനസ്സിലാക്കി. സ്റ്റീഫൻ ഈസ് യുവർ ഫാദർ എന്നും പറഞ്ഞ് ഒരു ഡെസർട്ടേഷൻ എഴുതി, ഇൻട്രൊഡക്ഷൻ, ഇല്ലുസ്ട്രേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ. നോ, ദാറ്റ്സ് നോട്ട് ദ വേ ടു അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ്. യു നോ, according to genetic engineering, I think you have heard about genetic engineering because in your nursing curriculum it's one of the portion. Alle, what to study genetic engineering. According to genetic engineering, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെഡിക്കൽ സയൻസിലൊക്കെ നിങ്ങൾ ഭാഗവാക്കാവുന്നുണ്ട്. യു ആർ വെൽ നോൺ ദാറ്റ് ഓഫ് മീ. ഒരു കുഞ്ഞ് ഒരു സ്ത്രീയുടെ ഉദരത്തിലുണ്ടായി. ഉദരത്തിൽ 3 വയസ്സ് പ്രായമാകുമ്പോൾ, ഉദരത്തിൽ 3 months, ഉദരത്തിൽ 3 മാസം പ്രായമാകുമ്പോൾ, ലിസൺ, കൊച്ചിന് സ്ത്രീയുടെ ഉദരത്തിൽ 3 മാസം പ്രായമാകുമ്പോൾ, ഇനി ബാക്കി പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോ. മുമ്പ് റോയി പറഞ്ഞ പോലെ അതിന് അന്നേരം മുതൽ അപ്പനെ തിരിച്ചു. ഇനി ഐക്യം അതിലോട്ട് പറയുന്നേ അല്ലേ? ഇതൊക്കെ പറയണം കേട്ടോ. ഇനിയിപ്പം ഇവിടുന്ന് ഒരാൾ ബന്ധിക്കോസിൽ പോയതുകൊണ്ട് നീതീകരണത്തിന് വരും. നന്നേ ചെറുപ്പത്തിൽ മാമോദീസ മുക്കി അപ്പനെ തിരിച്ചറിഞ്ഞോ വല്ലതും അറിയാവോ? അതുകൊണ്ട് വല്യപ്പനും വല്യമ്മയും മണ്ടരും മണ്ടിയാണെന്ന് പറയാൻ പഠിപ്പിക്കാൻ ഓരോരുത്തർ വരും. ശ്രദ്ധിച്ചോ, നന്നേ ചെറുപ്പത്തിൽ 3 മാസം ഉദരത്തിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശിശുവിന് പ്രായമാകുമ്പോൾ, ഇനി പറയുന്നത് കേട്ടോണം, അതിന്റെ അപ്പൻ അരിയെ ചെല്ലുമ്പോ കൊച്ചു വയറ്റി കിടന്ന് തുള്ളിയില്ലേലും ഒന്ന് അനങ്ങും. സി, ഇനിയും വേദപുസ്തകത്തിൽ വരാൻ നമ്മച്ച കന്യകമറിയാമിനോട് മാലാഖ പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ആ കൂട്ടത്തിൽ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരി വന്തി എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6 മാസം. ഉടനെ മറിയ ബന്ധപ്പെട്ട് ഏലിശുബയെ കാണാൻ വേണ്ടി യഹൂദ്യ മലനാട്ടിൽ ചെന്നു. അപ്പം ഏലിശുബ 6 മാസം ഗർഭിണിയാണ്. ഞാൻ ചുമ്മാ റീസൺ ചോദിക്കുക, മറിയ ഗർഭിണിയാണെന്ന് ഏലിശുബയ്ക്ക് അറിയാമോ? കാരണം ഏലിശുബയ്ക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ലല്ലോ. ഏലിശുബ ഗർഭിണിയാണെന്ന് ആർക്കറിയാം? അതിനേക്കാൾ ഉപരി 6 മാസം ഗർഭിണിയായ സ്ത്രീയെ കണ്ടാലും. അതേസമയം മറിയ 1 മാസമേ, ഒരു ഏകദേശ കണക്കനുസരിച്ച് പറഞ്ഞാൽ ഈ വചനപ്പ് കിട്ടിയിട്ട് അന്നത്തെ യാത്ര രീതിയൊക്കെ വെച്ച 22 ഡേയ്സ് അത്രയായിട്ടു. മറിയ ഗർഭിണിയാണെന്ന് ഏലിശുബയ്ക്ക് അറിയത്തില്ല. എന്നാലും ഏലിശുബയോട് മറിയ വന്ദനം എന്ന് പറഞ്ഞപ്പോൾ ഏലിശുബ പ്രതികരിച്ചു തന്നെ, നിന്റെ വന്ദന സ്വരം എന്റെ കാതുകളിൽ വീണപ്പോൾ പിള്ള എന്റെ ഉദരത്തിൽ പറവട സന്തോഷം കൊണ്ട് വിളിച്ചേ. നിങ്ങൾക്കറിയാവോ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നത്,
യേലിശുബായി മറിയെ വിളിച്ചത് എന്റെ കർത്താവിന്റെ അമ്മയെന്ന്. നമ്മൾ ഈ ദൈവത്തിന്റെ അമ്മയെന്ന് വിളിക്കുന്നത് ആര് പഠിപ്പിച്ചിട്ടാ? യേലിശുബ പഠിപ്പിച്ചിട്ട്. സെറൂഗിലെമാർ യാക്കോബ് പറയുന്നത് 6 മാസം അമ്മയുടെ ഉദരത്തിൽ പ്രായമായ യോഹന്നാനെ 1 മാസം പോലും അമ്മയുടെ ഉദരത്തിൽ പ്രായമാകാഞ്ഞ ദൈവപുത്രനെ തിരിച്ചറിയാൻ ആർക്ക് സാധിച്ചു? ആരാ തിരിച്ചറിഞ്ഞത്? യോഹന്നാൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ഹോമിലി ഓഫ് എപ്പിഫനി, ജേക്കബ് ഓഫ് സെറൂഗിന്റെ, അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. യോഹന്നാൻ കർത്താവിനോട് പറയുന്നുണ്ടല്ലോ, നിന്നെ ആ മാമോദീസ മുട്ടത്തില്ലല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു, നിനക്കൊരു കടമുണ്ട്, നീ എന്നെ മാമോദീസ മുക്കാനായിട്ട് ഒരു കടം നിനക്കുണ്ട്. എന്റെ കടമെന്ന് പറഞ്ഞെന്നറിയാവോ? ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് മാമോദീസ. അതുകൊണ്ട് പിതാവായ സെറൂഗിലെ യാക്കോബ് പറഞ്ഞു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ മാമോദീസ മുക്കിയായിരുന്നു. അതുകൊണ്ട് ഈ യോർദാന്റെ ഉദരത്തിൽ വെച്ച് നീ എന്നെയും മാമോദീസ. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, യോഹന്നാൻ യേലിശുബയുടെ ഉദരത്തിൽ വെച്ച് യേശുവിനെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് യേലിശുബായിക്ക് കിട്ടിയത് കൊണ്ടാണ് യേലിശുബ മറിയാമിനെ ദൈവത്തിന്റെ അമ്മയെന്ന് പറഞ്ഞ വാക്ക്, ദൈവത്തിന്റെ അമ്മയെന്ന്. അപ്പൊ വേദപുസ്തകം പഠിപ്പിക്കുന്ന അതിനേക്കാൾ ഉപരി എന്ന് ഞാൻ പറയുന്നത്, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഇന്ന് വളരെ വ്യക്തമായിരിക്കുന്ന സത്യമാണ്, ഒരു മനുഷ്യനെ റിസപ്റ്റിവിറ്റി, തിരിച്ചറിവും സ്വീകരണക്ഷമതയൊക്കെ ഏറ്റവും കൂടുതലുള്ളത് അക്കോർഡിംഗ് ടു ജനറ്റിക് എഞ്ചിനീയറിംഗ് ആദ്യത്തെ 3 വയസ്സ് വരെ. ആദ്യത്തെ 3 വയസ്സ് വരെ. കാര്യം നമ്മൾ ഈ എല്ലാ ബിഹേവിയറിസും അങ്ങനെയല്ലേ, എല്ലാ ബിഹേവിയറിസും നമ്മൾ പഠിച്ചെടുക്കുന്നത്, നമ്മൾ അതിഭയങ്കരമായി സ്വീകരിക്കുന്നത് ഫസ്റ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ ഓർത്ത് നോക്കി, വളരെ അടിസ്ഥാനപരമായി ഈ ശുശ്രൂഷ, പുത്രസ്വീകാര്യത്തിന്റെയും നിത്യജീവന്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്വീകരണത്തിന്റെ ഈ ശുശ്രൂഷ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ചെറുപ്പത്തിൽ. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന വിചാരം, നമ്മുടെ ഈ അക്കൗണ്ടബിലിറ്റിയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അക്കൗണ്ടബിലിറ്റി, ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ഞാൻ നിങ്ങളോട് ഇതെത്രയാണ്, അപ്പൊ നിങ്ങൾ പറയും 1, ഇതെത്രയാണ്, എന്നാ 2, ഇതെത്രയാണ്. അതായി അക്കൗണ്ടബിലിറ്റി. അതിന് വ്യത്യാസം വരുമോ? എന്നാ ഇതിന്റെ ഞാൻ പറഞ്ഞത് തിരിയുന്നില്ലല്ലേ? കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ചിലരോട് ഇത് എത്രയാന്ന് ചോദിച്ചാൽ അവരെന്നാ പറയും, അക്കൗണ്ടബിലിറ്റി മാറിയിരിക്കും. എന്നാൽ സ്വീകരണക്ഷമത, റിസപ്റ്റിവിറ്റി, അതുപോലെ തന്നെ ബിഹേവിയറിസം ഡെവലപ്പ് ചെയ്യുന്നത്, അതിനൊക്കെ ഏറ്റവും സാധ്യതയുള്ളത് ഫസ്റ്റ്. അതുകൊണ്ടാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് മറവാക്കി. വേദപുസ്തകത്തിൽ എല്ലായിടത്തും, അപ്പോ സുവിശേഷത്തിലും അതുപോലെ തന്നെ പൗലോസ്ലീഹായുടെ ലേഖനത്തിലും ബുക്ക് ഓഫ് ആക്ട്സിലും അപ്പോസ്തല പ്രവൃത്തിയിലും ഒരിടത്തുപോലും ഞാൻ ഈ പറഞ്ഞതിനെതിരായി ഒരു ശിശുവിനെ മാമോദീസ കൊടുക്കാതെ മാറ്റി നിർത്തുന്ന സന്ദർഭമേ ഉണ്ടോ? ഒരു സന്ദർഭം പോലും ഇല്ല. അതേസമയം അനേക സ്ഥലത്ത് കുടുംബമായി മാമോദീസ നൽകുന്നു. കർത്താവിന്റെ അരികിൽ ഇതേ ചിന്തയാണ്, നമ്മുടെ ഈ അക്കൗണ്ടബിലിറ്റി ചിന്തയാണ് കർത്താവിന്റെ അരികിൽ അനുഗ്രഹത്തിനായി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ശിഷ്യന്മാർ കുഞ്ഞുങ്ങളെ നിർത്തി. അപ്പൊ യേശു പറഞ്ഞ വാദം എത്ര ഭയങ്കര, ശിശുക്കളെ എന്റെ അടുക്കൽ അവരെ അടുത്ത വാക്യം തന്നെ സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അപ്പൊ മാമോദീസ അവർക്ക് സ്വീകരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? വിട്ടാതിരിക്കുന്നേ ഉണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്നാലും നമുക്ക് സംശയം ആണോ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, അമ്മയുടെ ഉദരത്തിൽ 9 മാസം ജീവിച്ചു, എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുമായിരുന്നു. ആരറിയും?
ഇങ്ങോട്ട് നോക്കി ആരറിയുന്നതല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാരും നമുക്ക് യാതൊരു ഐഡിയയും ആ 9 monthsനെ കുറിച്ചില്ല. ഉണ്ടോ? ഉണ്ടോ? നമുക്കതിനെ നിഷേധിക്കാവോ? നിഷേധിക്കാവോ? അതിനെ നിഷേധിക്കാൻ മേലാതെ അറിയാൻ മേല അറിയാവോ? ആരെയും ഓർക്കുന്നുണ്ടോ? ആ മാമോദീസയെ കുറിച്ച് വല്ലതും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ പെട്ടെന്ന് നിഷേധിച്ചത്. അതേസമയം 9 മാസം അമ്മയുടെ ഉദരത്തിൽ കിടന്നതിനെ കുറിച്ച് വല്ലതും ഓർക്കുന്നുണ്ടോ? നിഷേധിക്കാവോ? മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഈ എക്സിസ്റ്റൻസിന്റെ തന്നെ അടിസ്ഥാനം 9 മാസത്തെ അമ്മയുടെ ഉദരത്തില്. ഇനി ഞാൻ ഈ പറയുന്നത് കേട്ടേ, നമ്മുടെ സ്പിരിച്വൽ എക്സിസ്റ്റൻസിന്റെ അടിസ്ഥാനം യോർദാൻ നദിയുടെ ഉദരമാകുന്ന പരിശുദ്ധ സഭയുടെ സഭാ മാതാവിന്റെ ഉദരമാകുന്ന മാമോദീസയിലെ അനുഭവം. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഓർക്കേണ്ട ആവശ്യമേ ഇല്ല. ഓർക്കേണ്ട ആവശ്യമേ ഇപ്പം വല്ലതും തിരിയുന്നുണ്ടോ? വളരെ പ്രധാനം. ഞാൻ നിങ്ങൾ ഓർത്തു നോക്കി, ഞാൻ ഈ പറഞ്ഞ ഒരു എൻകൗണ്ടർ നടത്തിയ ആ ടീച്ചർ ഇപ്പൊ ആ കൊച്ചിന് 6 വയസ്സ് പ്രായമായി. അതിന് 14 വയസ്സായി. 14 വയസ്സിൽ അതിന്റെ ബർത്ത്ഡേക്ക് വലിയ പാർട്ടിയൊക്കെ വെച്ചു, എല്ലാരും വിളിച്ചു കൂട്ടി. അന്ന് ആ കൊച്ചിനോട് പറയുക കൊച്ചിനോട് പറയും. 14ാമത്തെ വയസ്സിൽ കൊച്ചിന് നല്ല തിരിച്ചറിവൊക്കെ ഉണ്ടല്ലോ, അക്കൗണ്ടബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ. അന്ന് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അത് അപ്പുറം പറഞ്ഞ കൊച്ചുണ്ടാവും. നിങ്ങൾക്ക് യുക്തി മനസ്സിലായി? ആ മനസ്സിലാക്കലാണോ ശരിയായ മനസ്സിലാക്കൽ? ആണോ? അവിടെയാണ് വിശുദ്ധ മാമോദീസയിലൂടെ സ്വീകരിച്ച ആത്മീക അടിത്തറയെ കുറിച്ചുള്ള ബോധ്യം. നമ്മൾ ഓർക്കുന്നു ഇല്ലയോ എന്നുള്ളതല്ല. അമ്മയുടെ ഉദരത്തിൽ അധിവസിച്ചതുപോലെ നമ്മൾ സ്വീകരിച്ച ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ, അതാണ് ഇന്നത്തെ നമ്മുടെ സ്പിരിച്വൽ എക്സിസ്റ്റൻസിന്റെ അടിത്തറ. ഇപ്പൊ നിങ്ങൾ ഈ പോളിയോയ്ക്ക് ഡ്രോപ്സ് കൊടുക്കില്ലേ പിള്ളേർക്ക്, അല്ലേ? അതുപോലെ തന്നെ ഒരു 3 years മുമ്പ് എന്തെല്ലാം, അല്ലേ നമ്മൾ എന്തെല്ലാം ഇതെല്ലാം കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിട്ട് കൊടുത്താണ്. അതേസമയം പ്രായമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ നമുക്ക് തരുന്നെങ്കിൽ നമ്മുടെ ഒരു മെഡിക്കൽ എത്തിക്സ് ആണ് എല്ലാം പറഞ്ഞ് ഇതിനെ ഉള്ളൂ, ഇന്ന ദോഷം വരും എന്നൊക്കെ പറയും, അല്ലേ? അതേസമയം വാക്സിനേഷൻ എല്ലാം കൊടുത്തത് എങ്ങനെയാണ്? കൊച്ചിനെ കൊണ്ട് ഒപ്പം പീഡിപ്പിച്ചിട്ടാണ് ആണോ? പക്ഷെ ഇന്ന് രോഗമൊന്നും ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം എന്നാ? അയ്യോ, പിന്നെ മാമോദീസയെ കുറിച്ച് മാത്രം ഇത്രയും സംശയിക്കാൻ വലിയ കാര്യമുണ്ടോ? ഉണ്ടോ? That was a spiritual vaccination. Really we are existing because of that spiritual basis. Understand? മനസ്സിലായോ? നമ്മോട് ചൊല്ലിക്ക് മശിഹായുടെ റുഷ്മ മാമോദീസയ സംപ്രാപിച്ചോര തൃപ്പാവനുമർശിച്ചും പുണ്യനിളംബാനം ചെയ്തു ഊഴിയിൽ നിന്നും താൻ മൂലം പ്രാണയുടെ തോളിലൂടെ ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് ഈ സംശയം മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം Book of Acts chapter 2 verse 38 onwards. No, വായിച്ചു. Verse 38 onwards. When Peter said to them, Repent, and let every one of you be baptized in the name of Jesus Christ for the remission of sins, and you shall receive the gift of the Holy Spirit. You shall receive the gift of the Holy Spirit. Then, for the promise is to you and to your children. And the promise is to you again. And to your children. And to your children. That was the tradition of the Apostolic Church. Never say the children are actually separated from the gift of the Holy Spirit. You have to receive the holy baptism
And the promise, what was the promise? The indwelling of the Holy Spirit that you are going to receive through the Holy Baptism. And this promise is to you and your ഒരു സംശയം അതി വേണ്ട. നിങ്ങളുടെ മാമോദീസ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അത് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഏകദേശം 37 വാക്കുകൾ, more than 37 references we have in the New Testament about the teachings of the Holy Baptism. റോമാലേഖനത്തിൽ പൗലോസ്ലീഹ ബാപ്റ്റിസത്തിന്റെ ആത്മീയ അർത്ഥതല ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ട, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ജീവിതമായി മാമോദീസയെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ ലേഖനം ചാപ്റ്റർ 15 മാമോദീസയുടെ അർത്ഥതലം ദ്രവത്വമായത് ദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണം മാമോദീസയെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുപോലെ യോഹന്നാൻ അപ്പോസ്തലൻ, പ്രത്യേകിച്ച് 1 യോഹന്നാൻ 2:27, അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണ്. ജോൺ, എപ്പിസോൾ ഓഫ് സെന്റ് ജോൺ, 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 27, അതൊന്ന് വായിച്ചേ. വേഴ്സ് 27 ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നോണേ, ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടി. 27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അന്ന് വായിച്ച മക്കളെ, ഇംഗ്ലീഷ് വായിച്ച് നിങ്ങൾക്ക് വേണ്ടി. 1 John chapter 2 verse 27. But the anointing which you received from him abides in you. Abides in you. ഏത് നിങ്ങളിൽ ഇരിക്കുന്നത്? The anointment that you receive from him abides in you. Next word. And you do not need that anyone teach you. ഇങ്ങനെ ശ്രദ്ധിച്ചേ. You do not need that anyone teach you. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതന്നെ, ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട. ഇത് ധൈര്യമുണ്ടോ എന്ന് പറയാൻ ധൈര്യമുണ്ടോ? Are you dare to say this? I am baptized, so there is no need of further teaching about baptism to me, because the anointment abides in me. The anointment that I receive from him abides in me. Understand? Understand? Yes. Do you have that consciousness in your life? Sure. എല്ലാവർക്കും അതുണ്ടായിരിക്കണം. അവനാൽ പ്രാപിച്ച അഭിഷേകം എന്നിലിരിക്കുന്നു. ആരും എന്നെ ഉപദേശിക്കേണ്ട ആവശ്യം. അടുത്ത വാക്യം എന്താ? അഭിഷേകം തന്നെ സർവ്വതും എനിക്ക് ഉപദേശിച്ചു. Read in English please. The same anointing teaches you everything. അതാണ് നമ്മൾ പറയുന്നത്. പാപമോചനത്തിന് പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവീക നൽവരങ്ങളെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, എല്ലാ കൂദാശകളും സ്വീകരിപ്പാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് എന്നതാ നമ്മൾ പ്രാപിച്ച നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ പ്രത്യേകത പഠിച്ചു. നമ്മൾ വാക്സിനേഷൻ നന്നായി ചെറുപ്പത്തിൽ സ്വീകരിച്ചു. സത്യത്തിൽ നമ്മൾ അറിയുന്നില്ല, ഈ ബാഹ്യമായ ലോകത്തിൽ നിന്ന് വരുന്ന എല്ലാ ഡിസീസിനും എതിരെ ഫൈറ്റ് ചെയ്യുന്നത് എന്നതാ വാക്സിനേഷൻ that we received at the time of infancy. എന്തൊരു ഭയങ്കര നോക്കി. അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ ഇരിക്കുന്നു. Understand? The anointing that we receive from him abides in us. And that's why no need of further teaching by anyone else. Because the anointing teaches you everything. Everything. പ്രാപിച്ച അഭിഷേകം സർവ്വതും നമ്മെ ഉപദേശിച്ചു. സഭയുടെ അടിസ്ഥാന വിശ്വാസം ഇതാണ്. That's the tradition of the apostolic church. Am I right? മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒത്തിരി നേരമായി കേട്ടു, തുടങ്ങിയിട്ട് ഒത്തിരി നേരമായി. എന്നെ എനിക്ക് ചോദിക്കാനുണ്ടോ ഇതിനിടെ? You have anything to ask me in relation with this topic?
ബാപ്റ്റിസം ഒരു കുഞ്ഞിനെ ബാപ്റ്റിസം എടുക്കണമെങ്കിൽ പേരൻസ് നമ്മുടെ സഭയിൽ മെമ്പർ ആകണം. അതൊക്കെ നമ്മുടെ പാർട്ട് ഓഫ് ട്രഡീഷനാണ്. ട്രഡീഷനാണ് നമ്മുടെ ഡോക്ടറിനാണ് ഞാൻ ഈ പറയുന്നത്. പാർട്ട് ഓഫ് ട്രഡീഷനിൽ ഒത്തിരി കാര്യമുണ്ട്. വേദപുസ്തകം പറയുന്നുണ്ട്, പൗലുസ്ലിഹ തന്നെ ഈ വിഷയം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം ഭാര്യ വിശ്വാസിയായിരിക്കും, ഭർത്താവ് വിശ്വാസിയല്ല, നേരെ തിരിച്ചു വരും. അപ്പൊ മാമുദീസ മുക്കാവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പൗലൂസ് പറയുന്നത് ഭാര്യയുടെ വിശ്വാസം, സഹോദരിയുടെ വിശ്വാസം സഹോദരനെ നീതീകരിക്കുന്നു. തിരിച്ചും പൗലൂസ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായനെ ഇപ്പോഴും അവർ വിശുദ്ധ. അപ്പം അത് ആ ഒരു ട്രഡീഷനിൽ നമ്മൾ പറയും മാതാപിതാക്കളിൽ ആരെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിൽ, വിശ്വാസത്തിലാണെങ്കിൽ നമുക്ക് ഒരേ മാമുദീസ മുക്കാം. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് ഞാൻ ഡോക്ടറിനൽ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ ചില ട്രഡീഷൻസ് പറയാം. നമ്മുടെ സഭയിൽ ഈ കുഞ്ഞുങ്ങളുടെ മാമുദീസായ ഉള്ളെന്നും വിചാരിച്ചിരിക്കരുതേ. പ്രായമുള്ള ഒരാൾ വന്നാൽ ഞങ്ങൾ അച്ഛന്മാർ രണ്ടുപേരോട് പറയാം, അയ്യോ അത് ഞങ്ങൾക്ക് അറിയത്തില്ല, ചെറുതായിട്ട് വരാൻ പറയാൻ ഒക്കുവോ? അവിടെ ഒക്കുവോ? ഈ ഇൻഫന്റ് ബാപ്റ്റിസം എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷനേ ഉള്ളൂ. നമുക്കുള്ളത് ദ ഓർഡർ ഓഫ് ബാപ്റ്റിസമാണ്. അത് കൊച്ചു കുഞ്ഞിന് കൊടുക്കുന്നത് മകള് പറഞ്ഞതുപോലെ നമ്മുടെ സഭാ വിശ്വാസത്തിന്റെ കീഴിലാണ്. എന്നാൽ അതുപോലെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു കുഞ്ഞിന് ചെറുപ്പത്തിലെ മാമോദീസ നമുക്ക് നൽകാം. ഒരാളെ ഒരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയ കുഞ്ഞിന്റെ വളർച്ചയും അതിന്റെ വിശ്വാസത്തിൽ അതിനെ വളർത്താവുന്നത് മനസ്സിലായി. അവിടെയാണ്. അപ്പം നമുക്കറിയത്തില്ല കൊച്ചു ഓർത്തഡോക്സ് പേരൻസിൻ്റെതാണെന്ന്. ബട്ട് നമ്മൾ ഏൽക്കുകയാണ്, നമ്മൾ ആ കാര്യം, ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. അതാണ് സത്യത്തിൽ ഗോഡ് ഫാദർ മനസ്സിലായി ഞാൻ പറഞ്ഞു. എനിക്ക് സംശയം ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു കാര്യം ഒരിക്കലായി ലഭിച്ച മാമോദീസ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മാമോദീസയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാമോദീസയുടെ പുത്രസ്വീകാര്യവും നിത്യജീവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ലഭിച്ചു കഴിഞ്ഞാൽ, പാപം ചെയ്യുമ്പോൾ അനുതാപവും കുമ്പസാരവും വീണ്ടും നമ്മുടെ മാമോദീസ മുഖത്തില്ല. എന്നാൽ നമ്മുടെ ട്രഡീഷണലി ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാപ്റ്റിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് വെള്ളത്തിലുള്ള മാമോദീസ അല്ല. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല, എന്നാലും ചോദിച്ചുകൊണ്ട് പറയാം. ബാപ്റ്റിസം ഇൻ ദി വാട്ടർ, അതാണ് നമ്മൾ സ്വീകരിച്ച ദ ഹോളി ബാപ്റ്റിസം. ദെൻ ബാപ്റ്റിസം ഇൻ ടീയേഴ്സ്, അതെന്നാ? കണ്ണുനീരിലുള്ള മാമോദീസ, അതെന്നതാ? അതാണ് അനുതാപം. പിന്നെ പറയുന്നത് ബാപ്റ്റിസം ഇൻ ബ്ലഡ്, അല്ല രക്തസാക്ഷിത്വം, മാറ്റില്ല. മനസ്സിലായോ? അത് പിതാക്കന്മാര് പറയുന്നുണ്ട്. എന്നാൽ ബാപ്റ്റിസം ഇൻ വാട്ടേഴ്സ് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രം. ഖാദ് എന്നതിന് ഒന്നേന്ന് ഒരിക്കലും അർത്ഥം കേട്ടോ. അല്ല, നേരത്തെ വിശ്വാസ പ്രമാണത്തിൽ ഒന്ന് മാത്രം അതിപ്പം ഒരിക്കൽ മാത്രം. ഇച്ചിലൂടെ വൺസ് എന്നുള്ളതിന്, അല്ലെങ്കിൽ കാര്യം എന്നാന്നോ, കുറെ പേരെല്ലാം ഇപ്പൊ ഈ പെന്തക്കോസ്തുകാരും മറ്റു ഗ്രൂപ്പുകാരും വന്ന് ചിലർ പറയും കർത്താവ് 30-ാമത്തെ വയസ്സിൽ, ചിലർ പറയുന്ന കാര്യം ചെറുപ്പത്തിൽ സ്വീകരിച്ചുകൊണ്ടൊന്നും അറിയത്തില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഒത്തിരി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ആളുകളിൽ ചിലരുടെ മനസ്സിലെ വിചാരം പള്ളിയിൽ പോയേക്കാം, എന്നാലും അങ്ങേര് പറഞ്ഞല്ലേ അമ്മ പോയോ, ആരും അറിയാതെ അങ്ങനത്തെ ചില ഫൂളിഷ്നെസ് നടത്തുന്നുണ്ട്, വലിയ മണ്ടത്തരം. അത് വരാതിരിക്കാനാണ് ഇച്ചിരൂടെ വ്യക്തമായി നമ്മൾ ഓർക്കേണ്ടത് പാപമോചനത്തിന് മാമോദീസ ഒരിക്കലും മാത്രം. ഇനി എന്നതി കൺഫർമേഷനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? കാര്യം മോഹൻ അഭിഷേകത്തിന്റെ കൂടെ കൺഫർമേഷൻ കിട്ടുന്നുള്ളതാണ് ഓർത്തഡോക്സ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഹൗവർ ഒരു മാർത്തോമ ചർച്ചിലാണെങ്കിലും കാത്തലിക് ചർച്ചിലാണെങ്കിലും കുഞ്ഞുങ്ങൾ ഒരു പ്രായമായി കഴിയുമ്പോൾ like 12 or 13 they are given an understanding that you believe in Jesus. അതെ, ഈ പ്രോട്ടസ്റ്റാന്റിസം വന്നു. അതിലെ ഒരു വലിയ ശക്തമായ ചിന്തയായിരുന്നു കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല ഈ ചെറുപ്പത്തിൽ മാമോദീസ നടത്തുന്നത് വലിയൊരു ചോദ്യമായി വന്നു. മാർത്തോമാ സഭയിൽ പ്രത്യേകിച്ച് പ്രോട്ടസ്റ്റാന്റിസത്തിന്റെ ഡോമിനേഷൻ വളരെ ശക്തം, അതുകൊണ്ട് അവരത് പറയുന്നുണ്ട്. പക്ഷെ കാത്തലിക്സ് പോലും ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തു, കൺഫർമേഷൻ പിന്നെയാക്കി. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ നമുക്കതിൽ ഒരു അവിശ്വാസവും ഇല്ല. കുഞ്ഞിനെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ സാധിക്കുമെന്നുള്ളതിൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിന് യാതൊരു സംശയവും.
നമ്മളതുകൊണ്ട് ഒരിക്കലും അത് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പൊ കത്തോലിക്ക സഭ നൽകുന്ന ഈ കൺഫർമേഷൻ ഉണ്ടല്ലോ, ലഭിച്ച മാമോദീസായെ കുറിച്ചുള്ള അവയർനെസ്, അത് 13ാമത്തെ വയസ്സിലോ വല്ലപ്പോഴും ഒരിക്കലും അല്ല. അവിടെ ഞാൻ പറയുന്നത് ലഭിച്ച മാമോദീസായെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആരാധന നടത്തുന്നതും എല്ലാം ലഭിച്ച മാമോദീസായെ കുറിച്ചുള്ള അവയർനെസ്സിന് വേണ്ടിയാണ്. അതെല്ലാവരും ഓർത്തിരിക്കണം. വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശുദ്ധ മാമോദീസായ. ഓരോ നിമിഷവും ഓർക്കണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, എന്റെ ശരീരം നിത്യജീവനെ മാമോദീസായോട് പ്രാപിച്ചു. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഒരു വിശ്വാസിക്ക് ആത്മീകമായി ജീവിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് കൺഫർമേഷൻ ഒരു പർട്ടിക്കുലർ ഡേറ്റിലോ പർട്ടിക്കുലർ ഏജിലോ അല്ല, എവരി ടൈം. മാമോദീസയുടെ അനുഭവം, ഓരോ വിശ്വാസ പ്രമാണത്തിലും മാമോദീസയുടെ അനുഭവം നമ്മൾ ആവർത്തിക്കുക. നമ്മുടെ പഴയ പാരമ്പര്യത്തിൽ ദനഹ പെരുന്നാൾ മാമോദീസ പെരുന്നാളാണ്. കർത്താവിന്റെ മാമോദീസ ഓർക്കുക മാത്രമല്ല, ഓരോ വിശ്വാസിയും സ്വീകരിച്ച മാമോദീസയെ ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ പറയണം. ഇവിടെ ഒരു പ്രശ്നം. ഓക്കെ ഓക്കെ മോളെ. Whenever like someone's pregnant, everything that the mom eats goes to the baby. Once again, please. So whenever someone is pregnant, everything that the mom eats goes to the baby, right? So whenever the mom eats Qurbana, then it also goes to the baby. So then why is the baby only allowed to eat, technically allowed to eat Qurbana after baptism? If they were Yeah. It's a rational question. It's a of course. There is no doubt. The Holy Qurbana that the mom receives is transmitted to the baby. Transmitted to the baby. Not in a physical way. Not in a physical way. So, every child is an entity. When it is coming out of the womb of his mother, then the child is a particular entity. So it is necessary. That's why we say person. Understand? You and your mother, in your existence, not one, but two persons. Am I right? That's why you are eating. Like, you are doing every physical things, every type of behaviorism. So every day you are brushing your teeth. You never say that my mom is brushing teeth. That effect is to me. Never. Because two persons, two entities. That's why even though you are considered to be holy, but at the same time you are a separate person. That's why you receive the holy baptism. Just like you think your mom received a number of medications during the time of pregnancy. But whenever you come to the world as a newcomer, you receive separate medication for your health. This is actually a medication for immortality. Medication for immortality. എല്ലാവർക്കും പറഞ്ഞു 3 സർവീസസ് ഏതൊക്കെയാണ്? Confession of faith, blessings of the water, resurrection. 3 divine gifts ഏതൊക്കെയാണ്? Sonship, immortality or eternal life, and the indwelling of the simply Holy Spirit എന്ന് പറയുന്നത് indwelling of the Holy Spirit in our body. That's why we become the temple of God. പിന്നെ സെക്കൻഡ് സെഷൻ ഞാൻ പറഞ്ഞത് the difference between Christ baptism and Christian baptism. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോണം. എന്നാ ഞാൻ പറഞ്ഞത്? നന്നേ ചെറുപ്പത്തിലാണ്, മനസ്സിലായോ, മാമോദീസായുടെ നൽവരങ്ങൾക്കുള്ള ഏറ്റവും അധികം റിസപ്റ്റിവിറ്റി നമുക്ക്. അതുകൊണ്ടാണ് നന്നേ ചെറുപ്പത്തിൽ നമുക്ക് എന്നെ കിട്ടിയത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാന സംഗതി, അപ്പോസ്തോലിക മാമോദീസായും യോഹന്നാന്റെ മാമോദീസായും. ഇത് പ്രത്യേകിച്ച് ഒരു പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താ അപ്പോസ്തോലിക മാമോദീസ? അപ്പോസ്തോലിക മാമോദീസ എന്ന് ഞാൻ പറയുന്നത് യേശു ക്രിസ്തു അപ്പോസ്തോലന്മാരെ പരമേൽപ്പിച്ച മാമോദീസ. അതാണ് ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 19 ഓൺവേഴ്സ്. അതിൽ പറഞ്ഞ കാര്യം എന്നാ?
നിങ്ങൾ പുറപ്പെട്ട് യഹൂദ്യയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളം ചെന്ന് എന്നെ പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, എന്താ വാട്ട് ഈസ് അപ്പോസ്തോലിക് ബാപ്റ്റിസം? അതാ കമ്മീഷൻ. അതാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ പരിമേൽപ്പിച്ച മാമോദീസ. അതെന്നതാ? ബാപ്റ്റിസം ഇൻ ദി നെയിം ഓഫ് ദി ഫാദർ, നെയിം ഓഫ് ദി സൺ ആൻഡ് ദി നെയിം ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഇതാ നമ്മൾ പ്രാപിച്ച മാമോദീസ. ആ മാമോദീസ, ഈ മാമോദീസ ആണോ യേശു ക്രിസ്തു സ്വീകരിച്ചത്? ആണോ? അത് ഓർത്തോണം. യേശു ക്രിസ്തു സ്വീകരിച്ചത്, അത് നിങ്ങളൊന്ന് ഓർത്തോണേ. കർത്താവ് സ്വീകരിച്ചു എന്ന് ഓർത്ത് ആ മാമോദീസ ശ്രേഷ്ഠാണെന്ന് വിചാരിക്കരുത്. അതാ ഞാനത് ആദ്യം പറഞ്ഞത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫോർ ദി റെവലേഷൻ ഓഫ് ദി ഹോളി ട്രിനിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്ന ഇൻ ദ നെയിം ഓഫ് ദി ഹോളി ട്രിനിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രൈസ്റ്റ് ബാപ്റ്റിസം വാസ് ദി ബിഗിനിങ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. എന്നാൽ യേശു ക്രിസ്തു സ്വീകരിച്ച മാമോദീസ മാനസാന്തര സ്നാനം. എന്നാ സ്നാനമോ? മാനസാന്തര സ്നാനം. ഇന്നിപ്പോ ഈ പെന്തിക്കോസുകാരും അവരൊക്കെ നിർബന്ധിക്കുന്നത് എന്നാ? വന്ന് മുങ്ങിക്കോളാൻ പറയുന്നത് അതാ. യഥാർത്ഥത്തിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞ 3 ഡിവൈൻ ഗിഫ്റ്റ്സ്, ഇൻട്വെല്ലിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ഇറ്റേണൽ ലൈഫും അതുപോലെ തന്നെ സൺഷിപ്പും ഒന്നും ഈ മാനസാന്തര സ്നാനത്തിന്റെ ഫലമേ അല്ല. അത് അപ്പോസ്തോലിക സ്നാനത്തിന്റെ ഫലമാണ്. അപ്പോസ്തോലിക സ്നാനത്തിന്റെ ഗിഫ്റ്റ് ആണ്. യു മേ പ്ലീസ് ടേക്ക് ആക്ട്സ് ഓഫ് ബുക്ക് ചാപ്റ്റർ 19. Chapter 19. Chapter 19, 1-9, Books of Acts. Chapter 19. വേഗം വേണേ, സമയം പോയി. 5 മിനിറ്റ് കൊണ്ട് പോകാം. വേഗം വായിച്ചേ. Chapter 19. 1 onwards. And it happened while Apollos was at Corinth that Paul, having passed through the upper regions, came to Ephesus. അപ്പൊല്ലോസ് പോയിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എവിടെ ചെന്നു? He reached to Ephesus. Right? Then read loudly. And finding some disciples, Finding certain disciples at Ephesus, he said to them, Did you receive the Did you Holy receive Spirit the when you Holy believed? Spirit? Listen. Saint Paul reached to where? Ephesus. And he saw certain disciples. പൗലോസ് എഫെസോസിൽ ചെന്നു, കുറെ ശിഷ്യരെ കണ്ടു. പക്ഷെ ഇതുവരെ ഒരു അപ്പോസ്തലനും, ഇങ്ങനെ ശ്രദ്ധിച്ചേ, up to this time no disciple went to Ephesus. But he saw certain Christians there. They are Christians. അതെങ്ങനെ ഉണ്ടായി? യഥാർത്ഥത്തിൽ പത്രോസ് യെരൂശലേമിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ പാത്യരും ഏലാമ്യരും മെസൊപ്പൊത്താമ്യരും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പത്രോസിന്റെ പ്രസംഗം കേട്ട് ആരെങ്കിലും എഫെസോസിൽ ചെന്നായിരിക്കാം. So there were Christians at Ephesus. But when Saint Paul saw them, Saint Paul asked them, Did you receive the Holy Spirit? Did you receive the Holy Spirit? What was their answer? So they said to him, We have not so much as heard whether there is a Holy Spirit. Listen. Once again, please read this. We have not so much as heard whether there is a Holy Spirit. We have not so much as heard. We are not so much heard about the Holy Spirit. You know, they were Christians. They received holy baptism, but they never received the Holy Spirit. അവർ പറയുന്നില്ല, ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും പറയണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കി? What was the next question that Saint Paul asked? Then what baptism you received? ഞാൻ ഈ പറയുന്നതൊക്കെ തിരിയുന്നുണ്ടോ? ഇത് വേദപുസ്തകത്തിലുള്ളതെന്ന് മനസ്സിലായോ? What baptism you received? All on a sudden they said what? John's baptism. See the difference between John's baptism and apostolic baptism? All on a sudden Saint Paul said, he could understand. He said that was the baptism of repentance. That was the baptism of repentance. Understand? Yes. That's the difference. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ ആളുകൾ ആരെങ്കിലും കാലിന്റെ പെരുവരെ പൊങ്ങിയുന്ന സഹോദരി കേട്ടു അല്ലേ യേശുവേ നന്ദി എന്നൊക്കെ പറയുമ്പോൾ
നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ നല്ല ആളെ കൂട്ടാനുള്ള ഒരു മാർഗമാണ് മാമോദീസയ്ക്ക് ഇതിനെ പഠിപ്പിക്കുന്നത്. പക്ഷെ വളരെ ശ്രദ്ധിച്ചോണം, വേദപുസ്തകം എന്നാ പഠിപ്പിക്കുന്നത് നോക്കോ. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ എല്ലാ വിശ്വാസങ്ങളും ഏതിൽ അധിഷ്ഠിതമാണ്? വേദപുസ്തകത്തിൽ അധിഷ്ഠിതമാണ്. പക്ഷെ അറിയേണ്ടതൊന്നും നമുക്കറിയത്തില്ല. എത്ര നാളായിട്ടും നമുക്കറിയാൻ പറ്റില്ല. എത്ര നാളായിട്ടും അറിയത്തില്ല. ഏതേലും പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് കേട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് പോവുക, അല്ലേ? എത്ര വ്യക്തമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്, എത്ര വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നു. That was the baptism of repentance. That was the baptism of John the Baptist gave a baptism. It was the baptism of repentance. അതേസമയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ആ മാമോദീസ ആണോ? ചില ഒച്ച പറഞ്ഞു. നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് baptism bestowed by Jesus. ആർക്ക് കൊടുത്തു? അത് ഏതാണ്? In the name of the Father and in the name of the Son and the name of the Holy Spirit. അത് സ്വീകരിച്ചത് കൊണ്ടാണ് we receive 3 divine gifts: sonship, indwelling of the Holy Spirit and eternal life. Right? Yes. ഇനി അച്ഛൻ 3 കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകും. 3 കൊച്ചു കാര്യങ്ങൾ. ഒന്ന്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് തന്നെ വളരെ ഗൗരവമായിട്ട് ഓർത്തോണം. Everyone has to recognize, has to remember, recollect the remembrance. ഏതാ? Our date of baptism. എല്ലാവരും ഓർത്തിരിക്കണം. ഏത് ഓർത്തിരിക്കണം? ഏത് ഓർത്തിരിക്കണം? സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ഓർത്തിരുന്നു. ഇനിയും ചെന്ന് പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടായിട്ട് പിള്ളേരോട് പറയണം. പിള്ളേർ ഇന്ന് കണ്ടുപിടിക്കണം. ഏത് കണ്ടുപിടിക്കണം? പേരൻസ് കൊണ്ടുവരണം. അമ്മേ എന്നാ എന്റെ മാമോദീസ? Because that day is the feast day of you. അതാണ് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ പെരുന്നാൾ ദിവസം. അത് നമ്മുടെ പെരുന്നാൾ ദിവസം. മനസ്സിലായോ അച്ഛൻ പറഞ്ഞു? ഇപ്പൊ ജനുവരി 1 മാമോദീസ ആയിട്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ഓൺ ദി 1st January or related to that day you must receive the Holy Communion. Right? Because അന്നാണ് നമ്മൾ ആരുടെ മക്കളായി തീർന്നത്? ദൈവത്തിന്റെ മക്കളായി തീർന്നത്, നിത്യജീവന്റെ അവകാശികളായി തീർന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഏതാ പ്രധാനപ്പെട്ട കാര്യം? റിമെമ്പർ ഡേറ്റ് ഓഫ് ബാപ്റ്റിസം. കണ്ടുപിടിക്കാൻ ഒരു നിവൃത്തിയില്ലേ എന്ന് പറയരുത് കേട്ടോ, ചോദിച്ചാൽ കണ്ടുപിടിക്കാം. റിമെമ്പർ ദ ഡേറ്റ് ഓഫ്. 2, remember the name that you received the baptism. What's your name? What's your name? നമ്മളെല്ലാം പറഞ്ഞ അച്ചു, ചിക്കു, കില്ലു, ചുന്നു. That's your pet name. But we have a baptismal name. അത് ആരുടെ പേര്? നമ്മുടെ ഗോഡ് മദർ ഓർ ഗോഡ് ഫാദറുടെ പേര്. അതാണ് അപ്പോസ്തോലിക പിന്തുടർച്ച. നിങ്ങൾ ഓർക്കണേ, ഇന്ന് നമുക്ക് പറ്റിയ വലിയ ഗതികേടാണ്. നാം ദൈവമക്കളായി തീരുവാൻ നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാരെ ഭാഗ്യമല്ലേ, നമസ്കാരങ്ങളിലും കുർബാനകളിലും നാം നമ്മൾ മറക്കുന്നു. അതാണ് നമ്മൾ മറക്കുന്നു. അതാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മുടെ വലത്തെ കൈ കൊണ്ട് പിടിച്ച് മശിഹാ തമ്പുരാനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വല്യപ്പച്ചന്റെ പേരോർക്കണം, വല്യമ്മച്ചിയുടെ പേരോർത്ത് പ്രാർത്ഥിക്കണം. അതാ പിള്ളേരെ പഠിപ്പിക്കേണ്ടി. അതാ ട്രഡീഷൻ. അല്ലാതെ എന്റെ അപ്പം കള്ളു കുടിച്ചു, ഞാൻ കള്ളു കുടിച്ചു, അതല്ല ട്രഡീഷൻ. മനസ്സിലായോ? അല്ലെ നാട്ടിൽ നിന്ന് കിട്ടിയത് മുഴുവൻ ഇവിടെയോട്ട് വന്നു ഓൾ ഓൺ എ സഡൻ വിതിൻ 3 years മദാമിയായി. അതല്ല ട്രഡീഷൻ. അതാണോ ട്രഡീഷൻ? Is it right? Remember the baptismal name. Remember the date of baptism. അതുപോലെ മക്കളെ മൂന്നാമതൊരു കാര്യം ഓർക്കണം. നമ്മുടെ സഭ വിശ്വാസത്തിന്റെ വലിയൊരു ബന്ധമാണ് ഞങ്ങൾ ഈ അച്ഛന്മാര് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് നോക്കിയില്ലേ, ഫാദർ ആരാന്ന് പറഞ്ഞു കൊടുത്തത് ആരാ? അമ്മേ.
നൽകിയത് സഭ മാതാവാണ്. അമ്മയാണ് ആരെ കുറിച്ച് പറഞ്ഞു തന്നത്? സ്വർഗസ്ഥനായ പിതാവിനെ അല്ലേ? അപ്പം ഈ സഭാ ജീവിതത്തിൽ ഒന്നാമത് നമ്മുടെ ഡേറ്റ് ഓഫ് ബാപ്റ്റിസം ഓർക്കണം, രണ്ടാമത് റിമെമ്പർ ദെൻ ബാപ്റ്റിസ്മൽ നെയിം. അതുപോലെയുള്ളതാണ് നമുക്ക് മാമോദീസ നൽകിയ പുരോഹിത ക്രമം. അതാരാ? അച്ഛനാണെങ്കിലും തിരുമേനിയാണെങ്കിലും ഓർക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി നോക്കി ഇവിടെ എത്ര പ്രായമുള്ളവരിയ്ക്കുന്നു. എന്നെ സാമച്ചനെയും ഒക്കെ നിങ്ങളെക്കായി ചിലപ്പോൾ പകുതി വയസ്സായിരിക്കും, ചിലപ്പോൾ ഞങ്ങൾക്ക് അല്ലെ കുറച്ചുകൂടെ കുറവായിരിക്കും. എന്നോർത്ത് നിങ്ങൾ പേര് വിളിക്കൂ, അവിടെ പേര് വിളിക്കൂ, അവിടെ മിണ്ടാതിരിക്കും, പേര് വിളിക്കൂ. അല്ലെ മിസ്റ്റർ വർഗീസ് വിളിക്കുന്നില്ല, എത്രയോ നാളായി അത് കേട്ടിട്ട്. എല്ലാരും വിളിക്കുന്ന എന്നാ അച്ചു. അതൊരു ബന്ധമോ മക്കളെ? എന്താ ബന്ധം? പൗലോസ് ശ്ലീഹ ഒനേസിമോസിനെ കുറിച്ച് പറഞ്ഞു, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ചു എന്റെ പ്രിയ മകൻ. എന്റെ പ്രിയ മകൻ പരിശുദ്ധാത്മാവിൽ മാമോദീസ നൽകി എന്നതാണ് വിശ്വാസികളും അച്ഛനും തമ്മിലുള്ള ബന്ധം. പൊതുയോഗ ബന്ധമല്ല, പൊതുയോഗ ബന്ധമല്ല. പൊതുയോഗ ബന്ധം ഇപ്പൊ അറിയാവുള്ളൂ. വന്നിപ്പോ മുമ്പേ അങ്ങേര് പറഞ്ഞ പോലെ ഇതിപ്പോ വന്ന് എന്നതാ? ഓ, ഹീസ് അവർ എംപ്ലോയി, ഹീസ് അവർ എംപ്ലോയി. അച്ചാച്ചനെ കുറിച്ച് ഇപ്പൊ അങ്ങനെ എല്ലാരും പറയുന്നത്. അതല്ല നമ്മുടെ ബന്ധം. അതാണോ നമ്മുടെ ബന്ധം? ആണോ? ഒന്ന് പറഞ്ഞേ, ശരിക്കാണോ? അതുകൊണ്ട് മാമോദീസ ദിവസം ഓർക്കണം, മാമോദീസയിലെ പേര് ഓർക്കണം, മാമോദീസ നൽകിയ വൈദിക സ്ഥാനിയെ. ഞങ്ങൾ അച്ഛന്മാരെ എല്ലാ വിശുദ്ധ കുർബാനയിലും ഞങ്ങൾ മാമോദീസ നൽകിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതാണ് ആവശ്യം. ഇതാണ് സഭയുടെ ബന്ധം. ഞാൻ അവസാനിപ്പിക്കുക. ആദ്യം മുതലുള്ള കാര്യം ഓർത്തേ. ഞാൻ പറഞ്ഞ ആദ്യം മുതലുള്ള കാര്യങ്ങൾ എന്നൊക്കെയാ? മാമോദീസയിലെ 3 ക്രമങ്ങൾ, മാമോദീസയിലെ 3 നൽവരങ്ങൾ, ക്രിസ്തീയ മാമോദീസയും ക്രിസ്തുവിന്റെ മാമോദീസയും തമ്മിലുള്ള വ്യത്യാസം, നന്നേ ചെറുപ്പത്തിൽ മാമോദീസ സ്വീകരിക്കുന്നതിന്റെ സാങ്കത്യം, പിന്നെ യോഹന്നാന്റെ മാമോദീസയും, പിന്നെ അപ്പോസ്തലിക അവസാനിപ്പിച്ചത് 3 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ? മാമോദീസ ദിവസം ഓർക്കണം, മാമോദീസയിലെ പേര് ഓർക്കണം, മാമോദീസയിലെ ഇനി ഇങ്ങോട്ട് നോക്കി എല്ലാരും വേദപുസ്തകം മടക്കി വെച്ചു. Close the Bible. Look on my face. Look on my face. ആ വലത്തെ കയ്യെ ആ കുഞ്ഞു വരലെ തള്ളവരലോടൊന്ന് തൊട്ടേ. എവര് തൊട്ടോ? അവനുണ്ട്. നന്നേ ചെറുപ്പത്തിൽ വല്യപ്പച്ചൻ ഈ വലത്തെ കയ്യല്ലേ പിടിച്ച്. ആരെ ഓർക്കണം? എന്നെയല്ല ഓർക്കണ്ടേ? ആരെ ഓർക്കണം? വല്യപ്പച്ചനെ ഓർത്തി, വല്യമ്മച്ചയെ ഓർത്തി. ഇനി എന്റെ കൂടെ ചൊല്ലിക്ക്. മാമോദീസ മുങ്ങുന്ന, ഇങ്ങനെ പിടിച്ചു കൂടെ. മാമോദീസ മുങ്ങുന്ന ഗീവർഗീസ് എന്ന ഞാൻ അവനവന്റെ പേര് ഓർക്കണം. അവനവന്റെ വല്യമ്മച്ചയുടെ, അവനവന്റെ വല്യപ്പച്ചന്റെ പേര്. മാമോദീസ മുങ്ങുന്ന ഗീവർഗീസ് എന്ന ഞാൻ മശിഹാ തമ്പുരാനെ നിന്നിലും ദീർഘദർശിമാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് മശിഹാ തമ്പുരാനിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും